എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണിത് വരുന്നത്. കിഴക്കമ്പലത്ത് ബസ് റൂട്ടിൽ നിന്നും 450 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 10 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് 16 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും ഈസി ആയിട്ട് എത്താം. 20 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 3യുടെ സ്ഥലമെടുപ്പ് കാര്യങ്ങളൊക്കെ ഇതിന് തൊട്ടടുത്താണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ അടുത്താണ് ഇൻഫോ പാർക്ക് ഫേസ് 3 വരുന്നത്. ചെറിയൊരു ബഡ്ജറ്റിൽ 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് ഈ കാണുന്ന വീടുകൾ വരുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും സെയിലായി അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കംപ്ലീറ്റ് ആയിട്ട് റോഡിൽ നിന്ന് തന്നെ ഇന്റർലോക്കിംഗ് ടൈലാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. നല്ല വീതിയുള്ള വഴി തന്നെയാണ് വില്ലകളിലൂടെ കടന്നു പോകുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. വൈറ്റ് കളർ പെയിന്റ് ആണ്. ചെറിയൊരു കോപ്പറിന്റെ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ബ്രൗൺ കളർ പെയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ പവറിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് പവർ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. എന്തായാലും നല്ല ചെറിയൊരു ബഡ്ജറ്റിലുള്ള വീട് തന്നെയാണ്. നിങ്ങൾ മിസ്സാക്കാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. വളരെ കുറച്ച് വർക്കുകളും കൂടിയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. മതിലിന് പെയിന്റ് അടിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ, അതുപോലെ തന്നെ ഫ്ലോറിംഗ് വർക്കുകൾ, നമുക്ക് ഫ്രണ്ടിലുള്ള കാർപോർച്ച് ഏരിയയിലുള്ള ഫ്ലോറിന്റെ വർക്കുകൾ, അങ്ങനെ കുറച്ച് വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. മെയിൻ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. മുറ്റം മുഴുവൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെറിയ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. കിണർ വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിണറിന്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഒരു വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 2 വെഹിക്കിളുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഒരു കാറും ആ സൈഡിൽ 2 കാറുകൾ, ടോട്ടൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. കയറി വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും ഇതുപോലെ മെറ്റൽ ചിപ്പുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാക്കിലോട്ട് പോകുന്നതോറും നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ പോയി നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും മെറ്റൽ ചിപ്പുകൾ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് പിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട് ആണ്. പില്ലറൊക്കെ വന്നൊരു ടെക്സ്ചർ വർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് 2 പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ സ്റ്റീൽ ബീഡിംഗ് ഒക്കെ വെച്ചിട്ടാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്കിനി അകത്തേക്ക് പോകാം. ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. താഴെയൊക്കെ വൈറ്റ് കളർ ടൈല്, ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് ലിവിംഗ് സ്പേസിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ലൈറ്റ് ഫിറ്റിംഗ്സ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പവറിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് ഓൺ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. TV ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോൾ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പവർ പോയിന്റും പ്ലഗ് വരാനുള്ള ഹോൾസും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ലിവിംഗ് സ്പേസിൽ ഡൈനിങ് സ്പേസിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇടാനുള്ള ആ ഒരു ഏരിയ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ മുകൾ ഭാഗമൊക്കെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള റൂഫിന്റെ കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സൊമാനിയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക് സൈഡിൽ വൈറ്റ് കളർ ടൈലിന്റെ പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റിലാണ്. താഴെയുള്ള ഭാഗവും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മൾ വാഷ് ബേസിൻ കണ്ടത്. അതിനടുത്തൂടെ നടന്നു പോകുമ്പോൾ ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോപ്പർ കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു മിറർ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ സിമ്പിൾ ആയിട്ടാണ്, പ്ലെയിൻ ആയിട്ട് മാത്രമാണ്, യാതൊരു ഡിസൈനോ വർക്കുകളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബോർഡർ ലൈനുകളായിട്ട് ഗ്രീനും റെഡ് കളറിലും ചില ലൈൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ വന്നിട്ട് ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലുമാണ് കൊടുത്തിരിക്കുന്നത്. 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 4 വിൻഡോസ് അടുത്തടുത്തായിട്ട് ചെയ്തിരിക്കുന്നത് കാണാം. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളർ ടൈലും ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് പൈപ്പ് കണക്ഷൻ എല്ലാം ആ ഒരു ഭാഗത്തായിട്ടാണ്. കുറച്ച് വർക്കുകളും കൂടിയാണ് നമുക്ക് ഇവിടെ പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയയുടെ ആ ഒരു സ്പേസിലേക്കാണ്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി കഴിയുമ്പോൾ ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ചെറിയ ഹാളിലാണ്. ഹാളിന്റെ മുകളിൽ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ ഉണ്ട്. ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിറയെ LED സ്ട്രിപ്പുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്നും തുറക്കുന്ന ഡോർ വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കണ്ടു. നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകൾ ഉണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. എല്ലാ റൂമുകളിലെയും റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് മാറിയിട്ടാണ്, പ്രൈവസി ആയിട്ട് കുറച്ചൊരു ഏരിയ മാറിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. ചെറിയൊരു ഗ്രീൻ ബോർഡർ കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സൗകര്യത്തിൽ തന്നെയാണ് ബാത്റൂം ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് അതാണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. മറ്റു 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ചിട്ട് ചെറിയൊരു ബെഡ്റൂം ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കോപ്പർ കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെയും റൂഫുകളൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ ഇങ്ങനെയാണ്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡിലാണ് ഇവിടുത്തെ ടൈലുകൾ വരുന്നത്. ഇവിടെയും നമുക്കൊരു ഗ്രീൻ ബോർഡർ ലൈൻ ആയിട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ബാത്റൂമിന് ഫിറ്റിംഗ്സ് എല്ലാം ഇവിടുത്തെ ഈ ഒരു ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ സെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. സെറയിലും സൊമാനിയിലും ഒക്കെ ആയിട്ടാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിന്റെ ഡോർ തുറന്നാൽ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. അകത്ത് ടഫന്റെ ഗ്ലാസ് ആണ്. താഴെ നിന്ന് വരുന്ന പില്ലറുകളുടെ കണ്ടിന്യൂഷൻ ആണ്. കോപ്പർ കളറിലെ ടെക്സ്ചർ വർക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ നിറയെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ബസ് റൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 450 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഗേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല വില്ല പ്രൊജക്ടിനകത്താണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 3ഓളം വീടുകളാണ് ഇവിടെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വീടുകളുടെ ലാൻഡുകളെല്ലാം സെയിലായി. അവിടെ വീടുകളുടെ പണികളെല്ലാം തന്നെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1314 ആണ്. 4 സെന്റ് ലാൻഡിൽ 1314 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 BHK ആയിട്ടാണ്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്.
ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. 62 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ. നല്ല രീതിയിൽ ഓണറുമായി സംസാരിച്ച് നല്ല റേറ്റിൽ നിങ്ങൾക്ക് വീടുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു തരുന്നതാണ്. ലോൺ ഫെസിലിറ്റിയിലും വീടുകൾ സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനും വീട് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.